ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്സ് ബൈ റിയാസ് രാജ. ഇന്ന് നമ്മളിപ്പോൾ വെക്കേഷന് നാട്ടിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് വാഗമണിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിലാണ്. ഈ ഒരു വാനിലാട്ടോ നമ്മൾ പോകുന്നത് വിത്ത് ഫുൾ ഫാമിലി. അപ്പോൾ വാഗമണിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. സോ കീപ് വാച്ചിങ്. എന്താ കേട്ടില്ല? യെസ്, ബാസ്കറ്റ്ബോൾ. ഇപ്പം നമ്മൾ എവിടേക്കാണ് പോകണേ? ഗൈസ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസിൻസ് എല്ലാവരും ഏകദേശം ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ മനോഹരമായ വാളൂർ തീരദേശ റോഡാട്ടോ. ഇത് അടിപൊളി റോഡാണ്. മൊത്തം കണ്ടോ, നേന്ത്രക്കൊലകളാണ് മൊത്തം ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം ഗൈസ്. വാഗമൺ കാഴ്ചകൾ കാണാം. ഹലോ ഗൈസ്, ഇവരൊക്കെയാണ് നമ്മുടെ ടൂറിന് വരുന്ന ആൾക്കാർ. അപ്പോൾ ഇതാരത്? ഹു ആർ യു? This is Saya. Her name is Inyo, and she does not want to. Welcome to my YouTube channel, Trips by Riaz Raja. By Hazel. ഗൈസ്, നമുക്ക് നല്ല അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അട ഉണ്ണിയപ്പം, ഹോംലി ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് നമ്മളത് പങ്കമാലി എത്തിയിട്ടുണ്ട്. പങ്കമാലിയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് കേട്ടോ. ഹലോ ഗൈസ്, ഇനിയിപ്പോൾ നമുക്കിത് വാഗമണ്ണിലേക്ക് ഉണ്ടോ 2 hours 43 minutes ഉണ്ട്. ഇപ്പം നമ്മളത് പെരുമ്പാവൂരാട്ടോ. അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടോ, നല്ല ട്രാഫിക്കാണ്. ഓൾമോസ്റ്റ് 1 hour എടുത്തു നമുക്ക് കൊരട്ടിന്ന് ഇതൊന്ന് അങ്കമാലിയൊക്കെ ക്രോസ് ചെയ്തിട്ട് പെരുമ്പാവൂർ എത്താനായിട്ട്. ഇനി ഓൾമോസ്റ്റ് 2 hours 43 minutes. We are at പെരുമ്പാവൂർ. പിന്നെ നമ്മളിപ്പോൾ മൂവാറ്റുപുഴ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓൾമോസ്റ്റ് 2 hours കൂടി ഉണ്ട്. ചെറിയ റോഡുകളാട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളത് കണ്ണ് ഈ ഒരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളെത്തിയിട്ടില്ല. ഇനി വാഗമണ്ണിലേക്ക് ഏകദേശം ഒരു 1 hour ഡ്രൈവ് കൂടി ഉണ്ട്. പോകുന്ന വഴിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ കണ്ടു. പൂഞ്ചിറ വിസ്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഈ ഒരു വൈബിൽ ഒരു ടൂറിസ്റ്റ് ഹോം കണ്ടു. അത്യാവശ്യം നല്ല വൈബാട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത് കിടക്കാണ്. ശരിക്കും ഇത് ശബരിമല റൂട്ട് തന്നെയാണ്. ശബരിമല, കാഞ്ഞിരപ്പള്ളി. നമ്മളെ വണ്ടി ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ യാത്രകൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറക്കാട്ടോ പോകുന്നത്. അപ്പോൾ കുറേ സിനിമകളുടെയൊക്കെ ലൊക്കേഷനാണ്. അപ്പോൾ കൂടുതൽ കാഴ്ച കാണാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇലവീഴ പൂഞ്ചിറ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കോട വരുന്നുണ്ട്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഈ വഴി പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻ്റെ കാഴ്ചകൾ കാണാം. ആദ്യം നമ്മൾ കുറച്ച് കോട നമുക്ക് ഫീൽ ചെയ്യാം. എൻ്റെ തൊണ്ടയുടെ
എന്തോ പറ്റിയിട്ടുണ്ട്, ശബ്ദക്കായ പോയി കിടക്കാണ്. പക്ഷെ വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബ്. കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, കാറ്റ് വന്നുകൊണ്ടിരിക്കണം, ചെറിയ ഡ്രിസിലിംഗ് ഉണ്ട്. നെക്സ്റ്റ് ലെവൽ വൈബാട്ടോ. കണ്ടോ ഗൈസ്, ഈ ഒരു ലെവലാട്ടോ കോട വരുന്ന. അത്യാവശ്യം ഹെവി കോട, കംപ്ലീറ്റ് മാഞ്ഞു പോവാണ്. കോട വന്നിട്ടുണ്ടോ? ഈ റോഡ് ഇവിടെ മുതലാണ് കാണാൻ പറ്റുന്നില്ല. വേറെ ലെവല് വൈബ്. ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പും, നെക്സ്റ്റ് ലെവൽ വൈബ്. അപ്പോൾ വാഗമൺ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇലവീഴ പൂഞ്ചിറ മസ്റ്റായിട്ട് വന്നിരിക്കുന്നു ഗൈസ്. കൂടുതൽ കാഴ്ചകളാണ് കേട്ടോ. അമ്പമ്പോ രക്ഷയില്ലാത്ത തണുപ്പട്ടോ. അയ്യോ, വേറെ ലെവല് മൂട്. വ്യൂ പോയിന്റ് നേരെ കുറെ ദൂരം ഉണ്ടോ? ഇവിടെയോ? വേറെ ലെവൽ ഫീൽ. വാവ്, നൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറ. ഹെവി സ്പോട്ടാണ്. ചെറിയ ചാറ്റൽ, ചെറിയ കാറ്റ്, സൂപ്പർ ഫീൽ. ഇനി ഞാൻ തിരിച്ചു പോകണം. എൻ്റെ കത്ത് എൻ്റെ വണ്ടിയോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചു പോവാട്ടോ. ഇവിടെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പേസാണ്. ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാഗമൺ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇത് മൊത്തം ഓഫ് റോഡ് ആട്ടോ. അതെ, നമ്മുടെ കാർ ഇതൊക്കെ, നമ്മുടെ വാൻ ഇവിടെ കിടക്കാണ്. മൊത്തം ഓഫ് റോഡ് വന്നിരിക്കുകയാണ്. നമ്മൾ ഓക്കെ, ഏതാ നമ്മൾ പോകുന്ന റിസോർട്ട്? ഇവിടെ ഡാസ്ലിംഗ് വേഗ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇഷ്ടം പോലെ റിസോർട്ട്സ് ഉണ്ട്. അതിൽ കണ്ടോ, ഇവിടെയാണ് നമ്മൾ പോകുന്നത്, ഡാസ്ലിംഗ് വേഗ. പക്ഷേ വണ്ടിയവന്മാരെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 300 മീറ്റേഴ്സ്, കുറച്ച് സ്റ്റീപ്പാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. വേറെ ലെവൽ വൈബാണ് ഗൈസ്. ഇത് ഞങ്ങൾ നടന്നു തുടങ്ങി ഡാസ്ലിംഗ് വേഗയിലേക്ക്. വി ആർ മൂവിങ് ആൻഡ് വി ആർ ഗോയിങ്. വേറെ ലെവൽ മൂഡ് കണ്ടോ, മൊത്തം കോട മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്നു ഗൈസ്. കണ്ടോ കണ്ടോ, വഴി ക്ലിയർ ആണ്. കണ്ടോ, കോട മഞ്ഞ്.
അപ്പോൾ നമുക്ക് ഇവിടെ കുറേ റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാസ്ലിംഗ് ബേക്കിലേക്കാണ് പോകുന്നത്. കോടമഞ്ഞുണ്ടോ കയറി വരണം അങ്ങോട്ടേക്ക്. കയറി വന്നിട്ട് അങ്ങോട്ടേക്ക് തന്നെ വളഞ്ഞു പോവാ. ഈ ഭാഗത്തോട്ട് കയറുന്നില്ല. ഇവിടെ പക്ക ക്ലിയർ ആണ് കണ്ടോ. ബട്ട് ഇവിടെ കോടമഞ്ഞ് വന്ന ട്വിസ്റ്റായിട്ട് പോകണം. പൈസ കണ്ടോ, നമ്മൾ ഇവിടെ വണ്ടി ഇതിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇറങ്ങി നടത്താൻ തുടങ്ങിട്ടോ. കേസൻ്റെ ഇവിടെയൊക്കെ ഇപ്പോൾ റിസോർട്ട് വന്നുകൊണ്ടിരിക്കണോ. ഇതെന്താ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലിഫിൻ്റെ അടുത്ത്. നല്ല അടിപൊളി ഏരിയ കേട്ടത്. താഴേക്ക് നോക്കുമ്പോഴേ ഈ ഒരു കാഴ്ചയാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ താമസിക്കുന്നത് ക്ലൗഡ് ടെയിലാണ് കേട്ടോ. ഡാസ്ലിംഗ് ബേക്ക് മാറ്റി ക്ലൗഡ് ടെയിലാക്കി. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് കണ്ടോ. മൗണ്ടെയിൻ വ്യൂ. ക്ലൗഡ് ടെയിൽസിൻ്റെ അടുത്തുണ്ട് 1-2 ഇതുപോലെ സർവീസ് വില്ല അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കുറേ കൺസ്ട്രക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കണ്ടോ. വേറെ ലെവല് വ്യൂ ആണ് ഗൈസ് കണ്ടോ. നമുക്കപ്പോൾ ജോർജിയ അർമേനിയൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സ്പേസ് ഉണ്ട് കണ്ടോ. ഈ മലയുടെ മണ്ടയ്ക്കത് കണ്ടോ, അവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റിസോർട്ടാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഡാസ്ലിംഗ് ബേക്കേ എടുക്കാം കേട്ടോ. കണ്ടോ ഇമ്മാതിരി വ്യൂ ആണ്. എല്ലാം ഓപ്പൺ ബാൽക്കണിയാണ്. അപ്പുറത്താണ് നമ്മൾ ക്ലൗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഓപ്പൺ വ്യൂ ഉണ്ടോ. ഇതാണ് വ്യൂ വരുന്നത്. വാവ്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ക്ലൗഡ് ടെയിൽസിലെത്തിയിരുന്നു കേട്ടോ. വാഗമൺ കണ്ടില്ല. അതുപോലെ 2 റൂമുണ്ട്. മുകളിൽ ഇഷ്ടംപോലെ റൂമുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ സമയം 6:30 ആയിട്ട് കേട്ടോ. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫുൾ ക്ലൗഡ്, കംപ്ലീറ്റ് ക്ലൗഡ്. ഈ ഒരു വൈബ് വരുന്നുണ്ടോ. കംപ്ലീറ്റ് ക്ലൗഡ് വന്നിട്ട് അടിപൊളി വൈബ്. കൂടുതൽ കാഴ്ച കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഞാൻ നേരത്തെ കണ്ട സ്പേസിൽ കൂടി അകത്തേക്ക് വന്നിട്ട് കണ്ടോ ഇവിടെ 2 A-frame ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. ബോയ്സൊക്കെ ഇവിടെ, ഗേൾസൊക്കെ അപ്പുറത്ത്. ഇതൊരു വാഷേരിയാണ്. ഇവിടെ നിന്നുള്ള ഇതൊരു A-frame ആട്ടോ. അതിൻ്റെ മുകളിൽ A-frame സെറ്റ് ചെയ്തേക്കാം. വലിയ റൂമുണ്ട്. ക്ലൗഡ് ടെയിൽസിൻ്റെ കസേരകൾ കൊടുത്തിട്ടുണ്ട്. TV ഉണ്ട്. അഡീഷണൽ ബെഡുണ്ട്. പിന്നെ കണ്ടോ ഔട്ട് സൈഡ് നോക്കുമ്പോൾ ഈ ഒരു ലുക്കിലാണ് കാര്യങ്ങൾ വരുന്നത്. വേറെ ലെവലാണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ 6 ആയിട്ടുണ്ട്. 6:30 സമയത്തുണ്ടോ ഇവിടെയൊക്കെ ഈ മലകളൊക്കെ മൊത്തം മിസ്റ്റ് വന്ന് മൂടിയേക്കാണ് കണ്ടോ. വേറെ ലെവൽ വൈബ്. വാഗമണിൻ്റെ ഇവിടെ പൂളുണ്ട്. നേരത്തെ കാണിച്ച റൂംസൊക്കെ താഴെയാണ്. ഇതാണ് റൂം. Asha, do you like this place? See the look of the swings. Swings are there. 2 swings and one balcony over there. Okay. So you like this place? And cold and അപ്പോൾ നമ്മളുടെ അടുത്ത റൂം ഈ ഒരു വൈബാണ് വരുന്നത് കണ്ടോ. അതേ വൈബ്, A-frame, അതേ പാറ്റേൺ കണ്ടോ. ഇതാണ് വരുന്ന വൈബ്. നമ്മൾ
ഏറ്റവും മണ്ടയ്ക്കുള്ള എ ഫ്രെയിമിലോട്ടാണ് നിൽക്കുന്നത്. പിള്ളേർ സെറ്റൊക്കെ ഇത് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ. നമ്മളുടെ എ ഫ്രെയിമിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഫുൾ കോട വന്നും കൂടിയൊക്കെ കണ്ടോ ഗൈസ്. വേറെ ലെവൽ മൂഡ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് കാലത്തെ കാഴ്ചകളാണ്. വാഗമൺ ഏകദേശം സമയം 7:30 ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള കാലത്തുള്ള ദൃശ്യങ്ങൾ ഇവിടെയൊക്കെ ഒരു സാധനങ്ങൾ വെച്ചിട്ടേക്കാം. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടോ ഫേസ് ചെയ്താട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. കാർമേഘങ്ങളൊന്ന് പൊതഞ്ഞേക്കണുണ്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ നിന്നുള്ള വ്യൂ ഞാൻ പറയുന്നത് നമ്മളുടെ എ ഫ്രെയിംസ് ആണ് ഇവിടെ കണ്ടിരുന്നിരിക്കുന്നത്. ഇവിടെ എ ഫ്രെയിംസ്, പിന്നെ ക്ലൗഡ് ടെയിൽസ്, നമ്മുടെ ക്ലൗഡ് ടെയിൽസ് അവിടെ. അതൊക്കെ റിസോർട്ടാട്ടോ. കുഞ്ഞിതൊരു റിസോർട്ട് കാണുന്നുണ്ട്, അവിടെ സ്പേസ് കാണുന്നുണ്ട്. പിന്നെ മലകൾ, അടിപൊളി ഫുൾ മലകളാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ എ ഫ്രെയിംസ് ഇത് അവിടെ കാണുന്നുണ്ട്, ആ മലയുടെ മണ്ടൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മുടെ റൂമിൽ നിന്ന് കണ്ട ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന പാർക്കിംഗ് വന്നു. പിന്നെ നമുക്കിത് താഴെ ഈ വഴി ഇങ്ങോട്ട് പോവാം. മലയുടെ മണ്ടയ്ക്കാണല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ വഴികൾ വരുന്നത്. കാരണം താഴെന്ന് ഈ ഒരു വൈബ് കിട്ടിയിട്ടാണ്. നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ ക്ലൗഡ് ടെയിൽസിൽ നിന്ന് നമ്മളിത് കണ്ട ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന പോലെ കണ്ട അടുത്ത റിസോർട്ടിലേക്ക് നമ്മൾ ചാടി. ഇതൊക്കെ ബ്രദേഴ്സിൻ്റെ റിസോർട്ടാണ് നമ്മുടെ കേട്ടോ. ഇത് വേറെ മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ സ്വിമ്മിംഗ് പൂളില്ല. നല്ല രസമായിട്ടാ. ഇതാട്ടോ ഇവിടെ നോക്കി. ഇതേപോലുള്ള ഓരോ ബിൽഡിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ബാൽക്കണി ഉണ്ട്. അപ്പുറത്തൊക്കെ ബാൽക്കണി ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. ഏസാണ്ട് നമ്മളത് ഈ വഴി വന്നു, ഈ വഴിയായിട്ട് ഇറങ്ങി വന്ന്. ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ ബാൽക്കണി വ്യൂ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇന്നലെ കണ്ടില്ലേ ഡാസ്ലിംഗ് വീഗ. ഇപ്പുറത്ത് എവിടെയാണ് നമ്മൾ താമസിച്ചത്, ഈ റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത് ബാക്കിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അന്യായ വ്യൂ ആണ്, അന്യായ വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ കുറേ നേരം 1 hour ഈ ഒരു വ്യൂ മാത്രം നമ്മൾ നോക്കിയിരുന്നു കേട്ടോ. രാത്രിയൊക്കെ അത് അവിടെയൊക്കെ മൊത്തം വെട്ടമുണ്ടായിരുന്നു. അപ്പുറത്തെ റിസോർട്ടിൽ നിന്ന് ആൾക്കാർ എന്നെ മണ്ടയ്ക്ക് നിൽക്കുന്നത്. അപാര വ്യൂ, അപാര വ്യൂ. നമ്മുടെ കാറൊക്കെ അത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വാനപ്പാ നമ്മുടെ കാലത്തൊരു മോർണിംഗ് സഫാരി അല്ല, സവാരി. സവാരി എന്നാണ് ഞാൻ പറഞ്ഞത്. യെസ്, സവാരി. ഗിരിഗിരി അതെ, കോടമഞ്ഞ് പോയി. നല്ല കാറ്റാണോ, അപാര കാറ്റ്, അപാര വൈബ്. ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല. ഈ മലനിരകളും നമ്മൾ രണ്ടുപേരും മാത്രം. ഏതെങ്കിലും വന്യജീവികളുണ്ടാവുള്ളൂ. അപ്പോൾ അപാര ഫീലാട്ടത്. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വരിക,
മൂന്നാർ മാത്രം പോകുന്ന ആൾക്കാരിടയ്ക്ക് വാഗമൺ ഒന്ന് കയറുക. ഇവിടുത്തെ വേറെ ലെവലിലുള്ള ഈ ഒരു ഫീലും ആംബിയൻസും എക്സ്പീരിയൻസ് ചെയ്യുക. കാലാവസ്ഥയും. ഗുഡ് മോർണിംഗ് ഗൈസ്. മൂന്നാറിൽ നിന്നും അത്യാവശ്യം നല്ല ഒരു കാലാവസ്ഥയിലുള്ള ചേഞ്ചസ് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക, തേയിലത്തോട്ടങ്ങളൊക്കെ കുറവാണ്. കൂടുതൽ കാട്, മൊട്ടക്കുന്ന് പോലത്തെ ഒക്കെ ഒരു വൈബാണ്. നോക്കിയേ ഒരു ആംബിയൻസ്. ഈ മലയുടെ ഇതുണ്ട് ഒരു ഓഫ് റോഡ് ട്രാക്കാട്ടോ. ഒരു വീടൊക്കെ കണ്ട് മൂന്നാറിൽ നിന്ന് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആംബിയൻസ് തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ മണ്ടക്കൊക്കെ ഉണ്ട് കേട്ടോ റിസോർട്ട്. വേറെ ലെവല് വൈബുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും കാണാം. വാഗമണിലാണ് അപാര വ്യൂ കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒച്ച നമുക്ക് കേൾക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് മരങ്ങൾ മൊത്തം നിൽക്കണോണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നോക്കിയേ ഈ ഒരു വഴി നോക്കിയേ, ഒരു കുഞ്ഞു പോലും ഇല്ല ഈ വഴിയിലൊന്നും. ഇവിടെ കണ്ടോ, ഫുൾ ചെറിയ മരങ്ങളും പ്രത്യേക ഒരു ആംബിയൻസ്. അവിടെയൊക്കെ അതുണ്ട്. അതൊക്കെ മൊത്തം കോടയാണ്. നെക്സ്റ്റ് ലെവൽ ഫീല്. അതിൻ്റെ വണ്ടൊക്കെ ഒരു ജീപ്പ് കണ്ടു കേട്ടോ. ഒരു ജീപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മാതിരി വൈബ് കണ്ടോ. വലിയ കാടുകളല്ല, ഹൈറ്റ് കുറഞ്ഞ മരങ്ങൾ കണ്ടോ. ഇമ്മാതിരി വൈബ്, നല്ല കാറ്റ്, കാർമേഘങ്ങളുണ്ടോ. അയ്യോ, ഒരു വൈബ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരിക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും ചാനലും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ വൈബ്, രക്ഷയില്ലാത്ത വൈബ്. മനസ്സമാധാനം, അതാണ് മുഖ്യം ബിഗിലെ. നമ്മള് നടന്ന് ഈ ഒരു മണ്ണിലെത്തിയിട്ട് കേട്ടോ. വേറെ ലെവൽ വൈബ്. നമ്മളുടെ റിസോർട്ട് അവിടെ കുറച്ച് നമ്മൾ മോളിൽ പോയി. പിന്നെ താഴേക്ക് നടന്ന് ഈ രീതിയിലുള്ള പുല്ലുകളാണ്. ക്ലിഫ് ഇഷ്ടംപോലെ റിസോർട്ട്സ് വരാട്ടോ ഗൈസ്. നമ്മൾ നടന്നിവിടെ എത്തിയേക്കാം. കോടാമഞ്ഞ്. ഓഹോയ്, പല സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിന് വെച്ചേക്കാട്ടോ. നമുക്ക് കണ്ടോ. ഗൈസ് കണ്ടോ, നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇവിടെ തന്നെ ഒരു കോളാണ്. കയറുന്ന വഴിയൊക്കെ വെള്ളം. ഇങ്ങനെ അങ്ങോട്ടുള്ള കയറ്റം. വേറെ ലെവലൊക്കെ വൈബ്. ഓൾമോസ്റ്റ് നമ്മുടെ ചെക്ക് ഔട്ടിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് മോർണിംഗ് വ്യൂ വരുന്നത്. ഒരു അടിപൊളി പ്രോപ്പർട്ടി. ഫുൾ ടൈം ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കണ്ട കേട്ടോ. ക്ലൗഡ് ടെയിൽസ് നല്ല വൈബാണ്. ഈ വഴിയാണ് നമ്മൾ കയറി വരുന്നത്.
ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ കുട്ടിക്കാലത്ത് നിന്നും കടക്കങ്ങളൊക്കെ കഴിഞ്ഞ് പ്രകൃതി രമണീയത ആസ്വദിച്ച് കുടുംബക്കാരുമൊത്ത് അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ പൂളിൽ കുറേ നേരം തണുത്ത വെള്ളത്തിൽ കിടന്ന് നീരാടി ക്ഷീണിതരായിട്ട് തിരിച്ചു പോവുകയാണ് ബാക്ക് ടു ഹോം. സോ ഈ ഒരു വീഡിയോ വ്ളോഗ്, വാഗമണ്ണിൻ്റെ ഈ ഒരു വീഡിയോ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മുന്നുള്ള എല്ലാ വീഡിയോസും കാണാം. സോ ബൈ. ഓക്കെ അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് താഴത്തേക്ക് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഫോഗാണ്, ഫോഗ് മൂടിയേക്കാണ്. ഒരു രക്ഷയില്ലാത്ത ഫോഗ് ഗൈസ്. Aisha, do you like this place? You like this fog? ഹായ് ഗൈസ്, കണ്ടോ ഈ ഒരു വൈബാണ്. നല്ല തണുപ്പ് കോട. ഓക്കെ, നമ്മുടെ വണ്ടി കിടക്കണം, മൂടി കിടക്കണം. നമ്മുടെ റിസോർട്ട് ഈ മലയുടെ മണ്ടയ്ക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഹെവി വൈബിൽ നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാഗമണ്ണിലേക്ക് വരാം. പ്ലേസ് വരുന്ന വഴി അത്യാവശ്യം അടിപൊളിയൊരു വാട്ടർഫാൾ ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി സെറ്റപ്പ്. ഈ ഒരു വഴിയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി. കാറ് പാർക്കി. ഗൈസ്, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടാണ്. മൊത്തം വൈബേ മാറിപ്പോയി. മൊത്തം മിസ്റ്റ് വന്ന് മൂടിയാണ്.
ഗൈസ് നമ്മുടെ വണ്ടി ഇതിവിടെ പാർക്ക് ചെയ്തു. ഓൺ ദ വേ നോക്കുമ്പോൾ ഒരു അടിപൊളി പോയി സ്ഥലം കണ്ടെത്തി. ഗൈസ് നമ്മുടെ വണ്ടി ഇതിവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നമ്മൾ തിരിച്ചു വന്ന വഴി റിപ്പിൾസ് റെസ്റ്റോറൻറ്റിൽ താട്ടപ്പം ഫുഡ് കഴിച്ചത്. അത്യാവശ്യം അടിപൊളി റെസ്റ്റോറൻറ്റാണ്.